കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും. നമ്മളൊരു 10-12 മണിക്കൂർ പഠിക്കണം എന്നൊന്നുമില്ല. സൈലത്തിന്റെ GABs ഏകദേശം നീറ്റിന്റെ റെപ്ലിക്ക തന്നെയാണ്. ഏകദേശം എന്നല്ല, പക്ക നീറ്റ് റെപ്ലിക്ക തന്നെയാണ്. സൈലമിയൻസിന് നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ DPP, നിങ്ങളെ മെറ്റീരിയൽസ് തന്നെയാണ്. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോ സൈലത്തിന്റെ മറ്റൊരു ഫ്യൂച്ചർ ഡോക്ടർ ഇതാ നമ്മുടെ കൂടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു. ഇർഫാൻ. യെസ്. ഇർഫാന്റെ നാട്? ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ വരുന്നത്. ഓക്കെ. അപ്പോ ഇർഫാന്റെ എക്സ്പീരിയൻസസ് നമുക്ക് അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോ എപ്പോഴും എൻജോയ്മെന്റ് ആണ്. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഫെസ്റ്റിന് പോകുന്നു, ഫുൾ ടൈം കറക്കം. അപ്പൊ MBBS ലൈഫ് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ തോന്നും. അതെ, കാരണം നമ്മള് നീറ്റിന് പഠിക്കുമ്പോ ഏറെക്കുറെ ഐസൊലേറ്റ് ആയിട്ടാണല്ലോ പഠിച്ചിരുന്നത്. ഫുൾ ടൈം സ്റ്റഡി, ഏകദേശം 12 to 15 ഹവേഴ്സ് കണ്ടിന്യൂസ് സ്റ്റഡി. ആ ഒരു ഇതിന്ന് വന്നപ്പോ അതിന്റെ ഒരു റിലാക്സേഷൻ, ആ ഒരു സ്ട്രെസ് നമ്മൾ ഇവിടെ കൊടുന്ന് കളയണമെന്നുള്ള രീതിയിൽ ആണ്. ഇർഫാന്റെ കാര്യം എന്താ വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിനും ഇർഫാനെ അറിയാം. എല്ലാവരും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ എപ്പോഴും പറയും. കാരണം എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ കണക്ഷൻ എന്താ വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനെ പഠിച്ചു പോയാലും പിന്നെയും തിരിച്ചു വന്ന് എനിക്ക് ഇവിടെ കിട്ടി, ഞാൻ ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, മിസ് എന്നാ തൃശ്ശൂര് വരുന്നത് ചോദിച്ചിരുന്നു. അപ്പൊ ഭയങ്കര ഒരു പേഴ്സണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അതെന്താണ് നമ്മുടെ സൈലത്തിലെ ടീച്ചേഴ്സിനോട് ഒരു ഇത് തോന്നാനുള്ള കാരണം? ഇത് ടീച്ചേഴ്സ് എന്ന് പറയുന്നതിലുപരി സൈലത്തിലെ ടീച്ചേഴ്സ് തന്നെ എടുത്തു പറയണം. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്, ഇപ്പൊ സുധി മാം തന്നെയാണ് കേരള യാത്രയുടെ ടൈമിൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പേഴ്സണലായി ഇതായത് അത്രയും പരിചയപ്പെട്ടതായത്. പിന്നെ നമുക്ക് യാതൊരു എന്താ പറയാ മടിയും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ടീച്ചേഴ്സ് നമ്മളെ ജഡ്ജ് ചെയ്യൂല നമ്മൾ ഏത് ഡൗട്ട് ചോദിക്കുമ്പോഴും. എനിക്കെല്ലാം നീറ്റിന് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് മാത്സ് ആയിരുന്നു. മാത്സ് എനിക്ക് മൊത്തം ക്ലിയർ ചെയ്ത് തന്ന് ജസ്റ്റ് ബേസിക്സ് തൊട്ട് ഇപ്പൊ +1 +2 അതിൽ നിന്ന് താഴ്ന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നത് സൈലം ഫാക്കൽറ്റീസ് ആയിരുന്നു. അതെ, അപ്പൊ ഒരു ബേസും ഇല്ലാണ്ട് വന്നവർക്ക് പോലും അതെ സൈലത്തിന്റെ സ്ട്രാറ്റജിയിലാണെങ്കിൽ നമുക്ക് ഏത് മാർക്ക് വരെ ഏത് റാങ്കിലോട്ടും നമുക്ക് എത്തിപ്പെടാം. ഓക്കെ. മോനിപ്പം എന്താ പറയാ, ഇപ്പം ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? നമ്മുടെ മാത്തമാറ്റിക്കൽ ഇത് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോഴൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്തത്? ലൈക്ക് നല്ല ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതാ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ കുറെ ചെയ്യാൻ നോക്കും. അതിലൂടെ നമ്മളെ മാത്സ് കുറച്ച് ഇമ്പ്രൂവ് ആവും. പിന്നെ കൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരേ ഇക്വേഷൻ വെച്ച് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നടക്കൂല. അപ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് സൈലത്തിന്റെ DPPയിൽ തന്നെ ഉണ്ട്. ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വെറൈറ്റി ക്വസ്റ്റ്യൻസ്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ആവും. എക്സാമുകളൊക്കെ GIBs ഒക്കെ എഴുതായിരുന്നോ? അതെ, ഞാൻ ഫസ്റ്റ് GIBയിൽ തന്നെ ഏകദേശം നല്ലൊരു ടോപ്പ് സ്കോർക്ക് എത്താൻ പറ്റിയ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏകദേശം ഒരു സെന്ററിക്കൊക്കെ എത്തിയപ്പോൾ നല്ല രീതിയിൽ മാർക്ക് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ പലവരും GIBയിൽ മാർക്ക് ഏകദേശം ഒരു 400-300 ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് ഇന്നും ഏകദേശം 6 മന്തോളം ഉണ്ട് നമുക്ക് കയറി വരാൻ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. സ്കോർ കുറയുന്നു, കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും ഇതുപോലെ ഡിമോട്ടിവേറ്റഡ് ആയിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഉള്ളവർക്ക് അറിയാം. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് കയറി വരാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും. നമ്മളൊരു 10-12 മണിക്കൂർ പഠിക്കണം എന്നൊന്നുമില്ല. ഒരു 6-7 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയി പഠിച്ചിരുന്ന കുഴപ്പമില്ല. അതായത് എല്ലാ ദിവസവും ഇപ്പൊ നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റണമെന്നില്ല. എല്ലാ എക്സാമിലും നമുക്ക് നല്ല സ്കോർ കിട്ടണമെന്നില്ല. അതേപോലെ ഇപ്പൊ എല്ലാ എക്സാമും നമ്മളിപ്പോ എല്ലാം പഠിച്ചിട്ടാണോ പോകുന്നത്? അല്ല, ഒരിക്കലും അല്ല. ആ ഒരു കാര്യം അത് നമ്മൾ അവരുടെ അടുത്ത് പറയണം. അതെ, ഇപ്പൊ 2025 നീറ്റ് ആണെങ്കിലും നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് അങ്ങനത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചാലും കിട്ടാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസാ വന്നിരുന്നത്. അത്രയും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെല്ലാം പഠിക്കണം എന്നൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ഈ നീറ്റ് ഇപ്പൊ 2025 നീറ്റ് ആണെങ്കിലും റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് വന്നിക്കണ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ഏരിയന്നാണ് ഫോക്കസ്ഡ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക ആദ്യം. എന്നിട്ട് പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിരുന്നല്ലോ ബാച്ചില്. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് കുറെ എക്സാം എഴുതുന്നത് കണ്ടു. ഈ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നോ? സൊല്യൂഷൻസ് ടീച്ചേഴ്സ് വന്ന് പറഞ്ഞു തരുമായിരുന്നോ? അതിന്റെ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ തന്നെ ഡിസ്കഷൻ ചെയ്ത് പഠിക്കായിരുന്നു. അതന്നെ ആയിരുന്നു ഏറ്റവും. കാരണം ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞങ്ങൾ തമ്മിൽ തന്നെ ഡിസ്കഷൻ ചെയ്താ. എന്നിട്ട് അത് പോരെങ്കിൽ ഞങ്ങള് പുറത്തുനിന്ന് ഫാക്കൽറ്റി വരും, സൈലത്തുനിന്ന് ഫാക്കൽറ്റി ക്യാമ്പസിൽ നിന്ന് വരും.
ഇപ്പൊ നീറ്റ് നല്ല ടഫ് പേപ്പർ ആയിരുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ എക്സാം എന്ന് പറയുന്ന ഈസി എക്സാം അല്ല, അതിലാണ് നിങ്ങൾ ഇത്രയും നല്ല ഹൈ സ്കോർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോ സൈലത്ത് നിന്നുള്ള എന്താണ് ഏറ്റവും കൂടുതൽ മോനെ ആ പേപ്പർ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? സൈലത്തിന്റെ GABs തന്നെ. സൈലത്തിന്റെ GABs ഏകദേശം നീറ്റിന്റെ റെപ്ലിക്ക തന്നെയാണ്. ഏകദേശം നല്ല പക്ക നീറ്റ് റെപ്ലിക്ക തന്നെയാണ് GABs വരുന്നത്. കറക്റ്റ് ഓരോ ചാപ്റ്ററിനും ഓരോ ടോപ്പിക്കിനും ഇത്ര മാർക്കിന് ചോദിക്കുന്നുള്ള രീതിയിൽ അതുപോലെ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റ് എഴുതുന്ന പോലെ തന്നെ GAB ചെയ്ത് എഴുതുക. അപ്പൊ നീറ്റിൽ അത്രയും ടഫ് ഇത് വന്നപ്പോ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയില്ലേ? നീറ്റ് എഴുതുന്ന ടൈമിൽ ഇതൊരു നീറ്റ് എഴുതുക എന്നുള്ളൊരു ഫീൽ കിട്ടിയിരുന്നില്ല. നമ്മള് നെക്സ്റ്റ് ഒരു JB എഴുതണു, ആ ഒരു ഫീലിലാണ് എഴുതിയത്. അടുത്തൊരു JB കൂടെ എഴുതുന്നു. അത്രയും എക്സാംസ് എഴുതിയിട്ടല്ലേ പോയത് അല്ലെ? അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് അനദർ GIB എക്സാം. ഓക്കെ. പിന്നെ എന്താണ് ഈ ക്യാമ്പസ് ലൈഫിൽ ഇപ്പം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? ക്യാമ്പസ് ലൈഫിൽ നമുക്ക് എപ്പോ ആണെങ്കിലും പുറത്തു പോവാ, അതൊക്കെ തന്നെ. അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു, പ്രീ ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു, കോളേജിന്റെ പരമായിട്ട് കോളേജ് യൂണിയന്റെ പരമായിട്ട് കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോ അനാറ്റമി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? ഓർത്തിരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോ അനാറ്റമി എന്ന് പറയുമ്പോ നമ്മള് NCERT പഠിച്ച പോലെ അല്ലല്ലോ. നമ്മള് റിയൽ ബോഡി വെച്ച് നമ്മൾ പഠിക്കുന്നത്. ഡൈസെക്ഷൻ നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സും തൊട്ട് കണ്ട് പിടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഒരു നെർവ് ആണെങ്കിലും നമ്മൾ തൊട്ടറിയണം. ഇപ്പൊ ഒരു വെയിൻ ആണെങ്കിൽ കൊളാപ്സഡ് ആയി കിടക്കുക, അതൊക്കെ നമ്മൾ പിടിച്ചറിഞ്ഞിട്ട് അത്രയും ഫീൽ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ്, അത് വേറെ ആർക്കും കിട്ടൂല. നമുക്ക് മെഡിക്കൽ സ്റ്റുഡൻസിന് ഉള്ളൊരു ഇതാണ്. അപ്പോ എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരുപാട് സൈലമീൻസ് അത് കാണുന്നുണ്ട്, അവരോടൊക്കെ ഇർഫാൻ എന്താ പറയാനുള്ളത്? സൈലമീൻസിന് നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ DPP, നിങ്ങളെ മെറ്റീരിയൽസ് തന്നെയാണ്. ഈ മെറ്റീരിയൽസ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത്രയും നന്നായിട്ട് കൊടുക്കുന്നുണ്ടാവില്ല. ഈ മെറ്റീരിയൽസ് ഈ DPP ഉള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്യുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നീറ്റിന് വരുള്ളൂ. നിങ്ങൾ പലരും കരുതും ഇതിലും ഹയർ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരും. അപ്പോൾ പല മെറ്റീരിയൽസും എക്സ്ട്രാ സൈലം തരുന്ന അല്ലാത്ത മെറ്റീരിയൽസ് എല്ലാം മേടിച്ചു കൂട്ടി അതെല്ലാം ചെയ്ത് അത് ചെയ്യാൻ പറ്റാതെ സ്ട്രെസ്ഡ് ആയിരിക്കണവരും ഉണ്ടാവും. പക്ഷേ ഈ സൈലത്തിൻ്റെ മെറ്റീരിയൽസിലെ സൈലത്തിലെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാൻ മാക്സിമം അതന്നെ നീറ്റിന് വരും. നമ്മളെ കഴിഞ്ഞ വർഷത്തെ DPP ഉള്ള പല 5-6 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഓപ്ഷൻസ് പോലും മാറ്റാതെ നീറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ സൈലത്തിലെ DPP തന്നെ ഏറ്റവും അധികം ചെയ്യുക. അപ്പൊ നമുക്ക് അവർക്കൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാലോ? ഇർഫാന്റെ ക്യാമ്പസ് ലൈഫും എല്ലാം അടിപൊളി ആവട്ടെ. അപ്പൊ ഇനിയും സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഓൾ ഓഫ് us. ഓക്കെ, ഇടക്കിടക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് മെഡിക്കൽ അവാർഡ്സിന് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.